ഓം ശരവണഭവ. ഓം ശരവണഭവ. ഓം ശരവണഭവ. വള്ളീ ദേവസേനാപദേ നമോ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. സജ്ജനങ്ങളെ, സഹോദരന്മാരെ, പ്രണാമം. ഭഗവാൻ മുരുകൻ്റെ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് പറയാം. വീഡിയോ വലിയതായി പോകും എന്ന് ഭയം കൊണ്ടാണ് ഇങ്ങനെ ചെറിയതായിട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ സമയദൈർഘ്യം വേണം, അതുകൊണ്ടാണ് ഇങ്ങനെ ചുരുക്കി ഓരോരോ വീഡിയോകളായിട്ട് ചെയ്യണത്. നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഭാഗം 1, ഭാഗം 2 എന്ന് കാണും. പാലാഴി മഠവും, അതായത് പഴനിമലയിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ദൈനംദിന നിത്യപൂജകളും മറ്റ് കാര്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആ സ്വാമിമാരുടെ അവിടുത്തെ മഠം, അവർ താമസിക്കുന്ന വീടിൻ്റെ പേരാണ് പാലാഴി മഠം. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പഞ്ചാമൃതം കിട്ടും. ഒരിക്കലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തു നിന്ന് നിങ്ങൾ ഒരിക്കലും പഞ്ചാമൃതം വാങ്ങിക്കരുത്. അത് ഹൈജീനിക് അല്ല, അത് വളരെ വൃത്തിയില്ലാത്ത ആളുകൾ ഉണ്ടാക്കുന്നതാണ്. കുറ്റം പറയല്ല, അവർ കൈകളൊന്നും ശുദ്ധമാക്കാതെ പല സ്ഥലത്തുനിന്ന് എടുക്കുന്ന മാലിന്യജലം കൊണ്ടൊക്കെയാണ് അവിടെ പഞ്ചാമൃതം ഉണ്ടാക്കുന്നത്. പുറത്തുള്ള ആളുകൾ വൃത്തി ഉണ്ടാവില്ല, നമുക്ക് പല പല അസുഖങ്ങളൊക്കെ വരും, ഛർദി പോലുള്ള അസുഖങ്ങൾ വരും. അത് വാങ്ങരുത് ഒരിക്കലും. എവിടുന്നാണ് നല്ലതെന്നറിയോ? പാലാഴി മഠം ദേവസ്വം ഓഫീസുണ്ട് അവിടെ, ഭഗവാന്റെ ഓഫീസ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ സ്വാമിമാരോട് അവരെ കണ്ടു കഴിഞ്ഞാൽ ദേവസ്വത്തിൻ്റെ ഭസ്മം, ദേവസ്വത്തിൻ്റെ വസ്ത്രങ്ങൾ, അതുപോലെ ദേവസ്വത്തിൻ്റെ പഞ്ചാമൃതം കിട്ടും. അതാണ് വളരെ വിശേഷം. അത് നല്ല വൃത്തിയോടുകൂടി കയ്യിൽ ഗ്ലൗസൊക്കെ ധരിച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. അവിടെ നമുക്ക് പേടിക്കേണ്ടതില്ല, നല്ല വൃത്തിയുള്ളതാണ്, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടുന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക. പാലാഴി മഠവും പഴനിമലയും തമ്മിൽ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ഭാഗിച്ചു വന്ന ബാലസുബ്രഹ്മണ്യ സ്വാമിക്ക് പാല് കൊടുത്തിട്ട് പാലാഴി മഠത്തിലെ അന്നത്തെ സ്വാമികൾ, പൂർവികർ ഭഗവാനെ സ്വീകരിച്ചു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് പാല് കൊടുത്ത് സ്വീകരിച്ചത് കൊണ്ടാണ് അവരെ പാലാഴി മഠം സ്വാമിമാർ എന്ന് പറയാൻ കാരണം. ആയതുകൊണ്ട് തന്നെ പാലാഴി മഠത്തിൽ നിന്നും പാലഭിഷേകം പഴനിയിൽ ചെയ്യുന്നത് വളരെ മുഖ്യമാണ്, വളരെ വിശേഷമാണ്. നമുക്കും വേണമെങ്കിൽ വഴിപാടായിട്ട് ചെയ്യാവുന്നതാണ്. പാലാഴി മഠം സ്വാമിമാരുടെ സമാധി എന്ന് പറഞ്ഞാൽ മരണശേഷം മറവ് ചെയ്യുന്ന അതിനാണ് സമാധി എന്ന് പറയാം. ആ സമാധിയും അതുപോലെ നമ്മുടെ കേരളത്തിലെ സുബ്രഹ്മണ്യ കോവിലാണ് പ്രത്യേകം മനസ്സിലാക്കുക, ക്ഷേത്രമല്ല. ക്ഷേത്രവും കോവിലും രണ്ടും ഒന്നല്ല, രണ്ടും വ്യത്യസ്തമാണ്. ആ പാലാഴി മഠത്തിലെ സ്വാമിമാരുടെ സമാധിയും കേരളത്തിലെ സുബ്രഹ്മണ്യ കോവിലുകളിലെ പട്ടയും മുദ്രയും ലഭിച്ച സ്വാമിമാർ പങ്കെടുക്കുന്ന, അങ്ങനെയുള്ള കേരളത്തിലെ കോവിലുകളിലെയും അവിടുത്തെ പഴനിയിലെയും ആചാരാനുഷ്ഠാനങ്ങളും ആ സമാധി പൂജകളും സമാധി ഉണ്ടാക്കിയ നിർമ്മിതിയുമൊക്കെ തമ്മിൽ വളരെ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക. കോവിലാണ്, ക്ഷേത്രമല്ല. ഈ കേരളത്തിലെ സുബ്രഹ്മണ്യ കോവിലുകളിലെ സുബ്രഹ്മണ്യസ്വാമിയെ ഉപാസിക്കുന്ന ആളുകളെ പറയുന്ന പേര് പൂശാലിമാർ എന്നാണ്. പൂശാലിമാർ ഒരു പ്രാദേശിക വാക്കാണത്. സ്വാമിമാർ എന്നൊക്കെ പറയും, കാവ്യം എടുത്തിട്ടുള്ള ആളുകൾ. ഈ പട്ടയും മുദ്രയും കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അംഗീകാരം കിട്ടുക എന്ന അതിൻ്റെ അർത്ഥം കേട്ടോ, മനസ്സിലാക്കിക്കോളൂ. അംഗീകാരം കിട്ടുക, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാറില്ലേ, അതേപോലെ തന്നെ അംഗീകാരം കിട്ടുക. പഴനിയിൽ നിന്ന് അംഗീകാരം കിട്ടുന്നതിനെയാണ് നമ്മൾ പട്ടയും മുദ്രയും കിട്ടുക എന്ന് പറയുന്നത്. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. ഹരഹരോ ഹരഹര. സ്വാമിയേ ഹരഹര.